കോട്ടയം വിജിലൻസ് കോടതിയിലെ ടോമി തച്ചങ്കരി 3 നക്ഷത്ര ചിഹ്നമുള്ള കാറിൽ ഇന്നലെ വന്നിറങ്ങി. അദ്ദേഹം 2023 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പം ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. വിരമിക്കുന്ന ദിവസം തന്നെ സ്റ്റാർ പതിച്ച ബോർഡും കാറും ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടേൺ ചെയ്യേണ്ടതാണ്. പിന്നെ അത് തൻ്റെ പ്രൈവറ്റ് കാറിലോ എങ്ങും ഉപയോഗിക്കാൻ പാടില്ല. സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഒഫീഷ്യൽ കാറിൽ മാത്രമേ ഈ സ്റ്റാർ വെച്ച 3 സ്റ്റാറുള്ള കാറ് സഞ്ചരിക്കാൻ പാടുള്ളൂ, 3 സ്റ്റാർ അതിൽ വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഓൾ ഇന്ത്യ റൂൾസിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇദ്ദേഹം ഈ കാറ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാറിലെ നക്ഷത്ര ചിഹ്നം 3 നക്ഷത്ര ചിഹ്നം പതിച്ച കാറുമായിട്ടാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇന്നലെ കോട്ടയത്ത് വന്നിറങ്ങി അദ്ദേഹം വിജിലൻസ് കോടതിയിലെ ഒരു കേസിനകത്ത് അദ്ദേഹം പ്രതിയാണ്. അത് 2020 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിനെതിരായി അഴിമതിയുടെ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. മുൻ മന്ത്രി AK ശശീന്ദ്രൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. ആ കാലഘട്ടത്തിൽ പാലക്കാട്ടുള്ള RTO ശരവണനും അതുപോലെ തിരുവനന്തപുരത്ത് വാഹന ഡീലറുമായി ചേർന്ന് ചില എക്സെപ്ഷൻസ് അവർക്ക് നൽകി ചില അഴിമതികൾ നടത്തിയെന്ന ആരോപണം ഉണ്ടായി. അതിനൊരു പ്രിലിമിനറി എൻക്വയറി വിജിലൻസ് നടത്തി. അന്ന് അതിലിദ്ദേഹം കുറ്റക്കാരനായി കണ്ട് ഗവൺമെൻറ് സാക്ഷനോടുകൂടി വിജിലൻസ് കേസെടുത്ത് ആ കേസിൻ്റെ ട്രയൽ ഇപ്പം കോട്ടയത്ത് വിജിലൻസ് കോടതിയിൽ നടന്നു വരികയാണ്. 2023 റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റിയെന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് ഞാൻ ഒരു പരസ്യം കണ്ടു ഹിന്ദുവിനകത്തും മറ്റ് മനോരമ പത്രത്തിലുമൊക്കെ അദ്ദേഹം പൂനെയിലോ കർണാടകയിലോ ഒരു എത്തനോൾ ഫാക്ടറി തുടങ്ങിയെന്ന് 1 ഫുൾ പേജ് പരസ്യം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നതിൽ യാതൊരു നിയമപരമായ തടസ്സവുമില്ല. അത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ഫാക്ടറി അദ്ദേഹം അവിടെ തുടങ്ങിയതായിട്ട് എത്തനോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറയുന്നതും കേട്ടു. 20% എത്തനോള് ഫ്ലൈറ്റിൻ്റെ ആ ഓയിലിൽ വരെ ചേർക്കാം, തടസ്സമില്ല. എത്തനോൾ നമുക്ക് ധാരാളം ഡീസൽ, പെട്രോൾ, പ്ലെയിൻ ഓയിൽ ഒക്കെ ലാഭിക്കാൻ സാധിക്കും. 20% എത്തനോൾ ചേർക്കാം. അത് കണ്ടിട്ടായിരിക്കണം അങ്ങനെ ഒരു ഫാക്ടറി അദ്ദേഹം കർണാടകയിലോ പൂനെയിലോ തുടങ്ങിയും കഴിഞ്ഞു. അതിൻ്റെ ഉൽപ്പാദനം അത് ഷുഗർ ചണ്ടിയിൽ നിന്നും മറ്റും എടുക്കുന്ന ആണ് ആ എത്തനോൾ. എന്തായാലും അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായിട്ട് അവിടെ മാറി. പക്ഷേ ഇപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വലിയ ആരോപണം വന്ന ശേഷം അദ്ദേഹം എറണാകുളത്തെ സർക്കാരിൻ്റെ ബുക്ക് ആൻഡ് പബ്ലിഷിംഗ് ഡിവിഷനിലെ MD ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തു. റിട്ടയർ ചെയ്യുന്ന സമയം അദ്ദേഹം ക്രൈം ബ്രാഞ്ചിൻ്റെ DGP ആയിരുന്നു. ജസ്ന കേസിൻ്റെ വിവാദപരമായ ചില പ്രസ്താവനകൾ നടത്തി. അദ്ദേഹം ഉടൻ തന്നെ ജസ്നയെ കണ്ടെത്തും, ജസ്ന ജീവനോടെ ഇരിക്കുന്നു, അതിൻ്റേതായ ചില രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി എന്നൊക്കെ പൊതുജനങ്ങളെ വളരെയധികം ആശിപ്പിച്ചു. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, കണ്ടെത്തും, അത് എവിടെയോ ഇപ്പോഴും ഉണ്ട്, ജീവനോടെ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ അദ്ദേഹം പറഞ്ഞത് റിട്ടയർമെൻറ്റിന് മുമ്പ്. അതിനെന്താ എത്രമാത്രം റിലയബിലിറ്റി ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അതിന് യാതൊരു റിലയബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അന്നേ ദിവസം തന്നെ മിസ്സായ ദിവസം തന്നെ കുട്ടി മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ചില എവിഡൻസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് CBI അന്വേഷിക്കുകയാണ്. CBI അത് ക്ലോസ് ചെയ്തിട്ട് പോയതാണ്. എങ്കിലും ആ പെൺകുട്ടിയുടെ പിതാവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും ഓപ്പണായി അത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴന്വേഷണം തകൃതിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാറ് കോട്ടയത്ത് വിജിലൻസ് കോടതി വന്നപ്പം സ്റ്റാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് ഒരു ചെറിയ വെർഷൻ ഒക്കെ വന്നു. അവിടെ വലിയ തിരക്കൊക്കെ ആണ്, വണ്ടിയിടാൻ സ്ഥലമില്ല കോട്ടയം കളക്ടറേറ്റിൻ്റെ കോമ്പൗണ്ടിൽ, അതുകൊണ്ട് ഈ ബോർഡ് എടുത്ത് മാറ്റി എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇദ്ദേഹം ഈ വാഹനത്തിൽ ഈ എംബ്ലം
ഈ 3 നക്ഷത്ര ചിഹ്നം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ബാംഗ്ലൂരിലൊക്കെ പോയി വരുമ്പോൾ ഇൻ്റർസ്റ്റേറ്റ് പോയി വരാനും മറ്റും ഈ നക്ഷത്ര ചിഹ്നമുള്ള വാഹനം അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഓൾ ഇന്ത്യ റൂൾസ് അനുസരിച്ചും സംസ്ഥാന റൂൾ അനുസരിച്ചും അദ്ദേഹത്തിന് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് റൂൾ അനുസരിച്ചും ഒഫീഷ്യൽ കാറിൽ മാത്രമേ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം പല മാന്യന്മാരും സർക്കാരിൻ്റെ ചുവന്ന ബോർഡ് ഒക്കെ വെച്ച് നടക്കുന്നതൊക്കെ അറിയാം. അവരൊക്കെ അൺഓതറൈസ്ഡ് ആണ്, അങ്ങനെ ബോർഡ് വെക്കാൻ പാടില്ല. ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും ആ റാങ്കിലുള്ളവർക്കും അല്ലാതെ ബാക്കി ആർക്കും സർക്കാരിൻ്റെ ബോർഡ് വെക്കാൻ പാടില്ല. ഹൈക്കോടതി ജഡ്ജസും ഒക്കെ ബോർഡ് വെക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടും ഇത് ഉപയോഗിക്കുകയാണ്, മിസ്യൂസ് ചെയ്യുകയാണ്. എന്താണ് സർക്കാർ എടുക്കുന്ന നടപടി? ഇതിനെ സംബന്ധിക്കുന്ന കാരശ്ശേരിയിലെ ഒരാൾ ഒരു പരാതി DGPക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കോട്ടയം SP വന്നു. കോട്ടയം SP ഇതേ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഉടൻ തന്നെ റിപ്പോർട്ട് കൊടുക്കും എന്നാണ് കരുതുന്നത്. ഇങ്ങനെ ഒരു റിട്ടയർ ചെയ്ത ഒരാൾ സർക്കാരിൻ്റെ വാഹനം അല്ലെ സർക്കാരിൻ്റെ എംപ്ലം, ഒരു IPSൻ്റെ എംപ്ലോം മറ്റും ദുരുപയോഗം ചെയ്താൽ എന്ത് നടപടി എടുക്കാൻ പറ്റും? അദ്ദേഹം IPS കിട്ടിയ ഒരാളാണ്. ഒന്നെങ്കിൽ സെൻട്രൽ ബോർഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി അതോറിറ്റി അദ്ദേഹത്തിനെതിരായിട്ട് റിട്ടയർ ചെയ്താലും ചില നടപടികൾ എടുക്കാൻ കഴിയും. ചില പെനാൽറ്റികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അടിക്കാം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ആ പെനാൽറ്റി എമൗണ്ട് എല്ലാ മാസവും പിടിച്ചെടുക്കാം. അങ്ങനെയൊക്കെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. ഏതായാലും കാറിനകത്ത് വാറ് വന്നപ്പം അതിൽ 3 നക്ഷത്ര ചിഹ്നമുള്ള ബോർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ മുഴുവൻ വൈറലായി, പലരും അതിൻ്റെ ഫോട്ടോ എടുത്തു. എങ്കിലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്താലും ശരി, അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞു. അവരൊരു സാധാരണക്കാരനായ മനുഷ്യനാകുകയാണ്. സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഫ്രോഡായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഫ്രോഡിൻ്റെ എലിമെൻ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹം 3 സ്റ്റാർ വെച്ച് നടക്കുന്നത്? അത് ദുരുപയോഗം ചെയ്യുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ചില ബെനിഫിറ്റുകളുണ്ടാകാം. അല്ലെ പിന്നെ എന്തിനാണ് അത് വെക്കുന്നത്? സാധാരണക്കാരനെ പോലെ നടന്നുകൂടെ? അതിലൂടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? സാമൂഹികമായ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത് സാധാരണക്കാരെ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടോമി തച്ചങ്കരിക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ റിട്ടയർ ചെയ്തുകൊണ്ട് വില പോവില്ല. പക്ഷേ അൺഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കാണിച്ചതിന് തീർച്ചയായിട്ടും ഷോക്കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. കോട്ടയത്തെ കേസിൻ്റെ വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്തുള്ള ഒരാളും അവിടുത്തെ ശരവണൻ എന്ന് പറഞ്ഞ പാലക്കാട്ടെ RTOയും അവർ 3 പേരും പ്രതിയായ കേസാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ട്രയൽ നടക്കുന്നത്. അത് ഏതായാലും റിട്ടയർ ചെയ്ത ശേഷവും ആ ട്രയലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ സാക്ഷികളെല്ലാം അദ്ദേഹത്തിന് എഗൻസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം വെളിയിൽ വന്നിട്ടില്ല. വിജിലൻസ് ട്രയൽ നടക്കുകയാണ്. അവിടെ വന്നപ്പോഴാണ് ഇദ്ദേഹം കാറ് ദുരുപയോഗം ചെയ്ത വിവരം വലിയ വാർത്തയായത്.